നമ്മളെല്ലാ ആൾക്കാരും ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ദിവസങ്ങളോ, ചിലപ്പോൾ ആഴ്ചകളോ, ചിലപ്പോൾ മാസങ്ങളോ നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യും. ബട്ട് അവസാനം നോക്കുന്ന സമയത്ത് ഒരു റൈറ്റ് ഡിസിഷൻ നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല, അല്ലേ? ആൻഡ് ഇത് കാണുന്ന സമയത്ത് നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ എന്താ പറയുക? യു ആർ ലേസി, യു ആർ ഓവർ തിങ്കിങ്, ഈ ബാക്കി കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ആൻഡ് ശരിക്കും നിങ്ങളോട് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക്, ഇതന്നെയാണോ ആക്ച്വൽ റീസൺ എന്ന് പറയുന്നത്? ആൻഡ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോസ്റ്റ് ഓഫ് ദി ടൈം നിങ്ങൾ ലേസി ആയതിനെ കൊണ്ടല്ല നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ ആക്ച്വലി ഒരു ട്രാപ്പിൽ പെട്ടെടുക്കുകയാണ്. സോ ഇതൊരു റിയൽ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ട്രാപ്പാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീ അത് പ്രൂവ് ചെയ്ത് തരും. നിങ്ങൾക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫിൽ വരുന്ന സമയത്ത് ഒരിക്കലും അത് ലേസി ആയതിനെ കൊണ്ടാണെന്ന് നിങ്ങൾ തിങ്ക് ചെയ്യില്ല. ഞാനൊരു സിനാറിയോ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് 2 ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണ്, ജോബ് കോൾ ഇങ്ങനെ കിട്ടുകയാണ്. അതിൽ ഒന്നാമതെന്നാണത് അത്യാവശ്യം നല്ലൊരു പാക്കേജ് ഉണ്ട്, ബട്ട് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ അത്ര തന്നെ പാക്കേജ് കാര്യങ്ങളില്ല, ബട്ട് അത് നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക? ഈ ജോബിൻ്റെതും ഈ ജോബിൻ്റെയും പ്ലസും മൈനസും പ്രോസും കോൺസും മൊത്തം എഴുതി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിനെപ്പറ്റി അനലൈസ് ചെയ്യും. നിങ്ങളൊരു 5 ഫ്രണ്ട്സിനോട് ചോദിക്കും, നിങ്ങൾ ചുറ്റുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കും. അപ്പോൾ തന്നെ കുറേ ആഴ്ചകൾ കഴിയും. സോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ കഴിയുന്ന സമയത്ത് ഈ 2 ഓഫറിന് ഏതെങ്കിലും ഒരു ഓഫർ പോയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ആ ഒരു ലെവറേജ് അവിടെ നിന്നായി പോവാണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോസ് ആയി പോവാണ്. ഇത് ജോബിൻ്റെ സിറ്റുവേഷൻ അല്ല കേട്ടോ. നമ്മുടെ ലൈഫിൽ എന്തൊരു സാധനം ഇതേപോലെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാതാക്കുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ടാവും. ആൻഡ് നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊരിക്കലും നിങ്ങളുടെ ക്യാരക്ടർ റോങ് ആയതിനെ കൊണ്ടൊന്നല്ല. ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളെ ബ്രെയിനിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ, 2 പ്രോഗ്രാംസ് ആക്ച്വലി റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ദി ഫസ്റ്റ് പ്രോഗ്രാം ഈസ് അനാലിസിസ് പാരാലിസിസ്. സോ ഇവിടെ ആക്ച്വലി എന്താ നടക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടുന്ന സമയത്ത് ശരിക്കും നമ്മളിവിടെ മോർ കോൺഫിഡൻറ്റ് ആവില്ല ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ഇവിടെ ലെസ് കോൺഫിഡൻറ്റ് ആവുക ചെയ്യുന്നത്. സൈക്കോളജിസ്റ്റുകൾ ഇതിനെ പാരഡോക്സ് ഓഫ് ചോയ്സ് എന്ന് വിളിക്കുക. നോർമലി ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഉണ്ടാവുക? നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ ഈസി ആവുകയാണ് ചെയ്യേണ്ടത്. ബട്ട് റിയൽ ലൈഫിൽ നടക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ അവിടെ ഫ്രീസ് ആവുക ചെയ്യുന്നത്. കാരണം ഒരു റോങ് ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ നഷ്ടപ്പെടാൻ പോകും. ബിക്കോസ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാനൊരു സ്പെസിഫിക് ഹോട്ടൽ പറഞ്ഞുതരാം. എടാ നിങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ഹോട്ടലിൽ പോയിക്കോ, അത് അടിപൊളിയാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക? നേരെ ആ ഹോട്ടലിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇവിടെ കോഴിക്കോട് ഒരു 10 കിടിലൻ ഹോട്ടലുണ്ട്, അടിപൊളിയാണ്, ഇത് ഏതിലും പോയിക്കോ എന്ന് പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞ സമയത്ത് നിങ്ങൾ എന്താ ആലോചിക്കുക? ഈ 10 ഹോട്ടലിലെ മെനു നോക്കും, ഈ 10 ഹോട്ടലിൽ എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് നോക്കും. ഇങ്ങനെ ആലോചിച്ച് അതിൻ്റെ മുകളിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യും. ലാസ്റ്റ് നിങ്ങൾ വിചാരിക്കും മതി ഇനി പോയത്, വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇതിലുള്ള ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഹോട്ടലിൽ കയറി ചെല്ലും. നിങ്ങൾ എന്താ ആലോചിക്കും? മറ്റേടുത്ത് പോയാൽ മതിയെന്നുള്ളത്, അല്ലേ? സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫുഡ് കഴിക്കുന്ന സിറ്റുവേഷനിൽ മാത്രമല്ല, ഏതൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും കുറേ ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ അതിലൊന്നും നമ്മൾ റോങ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ബാക്കി സംഭവങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ളൊരു കുറ്റബോധം, ഒരു വിഷമം, ഒരു ഗിൽറ്റ് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇവിടെ നിങ്ങളുടെ ബ്രെയിൻ മൊത്തത്തിൽ ബ്രോക്കൺ ആയിട്ടൊന്നുമില്ല. നിങ്ങളുടെ ബ്രെയിൻ ആക്ച്വലി ഇവിടെ ഓവർലോഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, ഓവർലോഡ് ആയിട്ടുള്ള ബ്രെയിനിന് ഒരിക്കലും ബോൾഡ് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. അവർ ഡിസിഷൻസിനെ എൻറ്റയർലി അവർ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇതൊരിക്കലും ലേസിനെസ് അല്ല, ഇത് നമ്മുടെ സിസ്റ്റം ഫെയിലിയർ ആണ്. സോ രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഫിയർ ഓഫ് റോങ് ചോയ്സ്. ഇതിന് നമ്മൾ വേറെ രീതിയിലേക്കാണ് നമ്മൾ സ്വയം കാണുക. നമ്മൾ ഭയങ്കര റെസ്പോൺസിബിൾ ആണ്, നമ്മൾ ഭയങ്കര കെയർഫുൾ ആണ്, അതിനെക്കൊണ്ട് നമ്മൾ ഇത്ര ടൈം എടുത്ത് ചെയ്യുന്നതൊക്കെ നമ്മൾ സ്വയം പറയും. നിങ്ങൾ ജസ്റ്റ് ഹോണസ്റ്റ് ആയിട്ടൊന്ന് സ്വയം ചോദിച്ചു നോക്ക്. നിങ്ങൾക്ക് എത്ര ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും 100% സക്സസ്ഫുൾ ആവുന്ന ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഭയങ്കര ഏറ്റവും ബെസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ബട്ട് എന്ത് മാസ്ക് നമ്മളോട് യൂസ് ചെയ്യുന്നത്? കെയർഫുൾനെസ് എന്ന് പറഞ്ഞ മാസ്ക് യൂസ് ചെയ്തിട്ട് പെർഫെക്റ്റ് മാൻ ആവാൻ വേണ്ടി നമ്മളോട് ശ്രമിക്കുകയാണ്. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. കാരണം ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വയം ആലോചിക്കും, ഐ എം വെരി പ്രൊഡക്റ്റീവ് എന്നൊക്കെ ഭയങ്കരമായിട്ട് ആലോചിക്കും. കാരണം നമ്മൾ പ്ലാനിങ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഭയങ്കരമായിട്ട് ഡിസിഷൻസ് പലതും എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ബട്ട് എൻഡ് ഓഫ് ദി ടൈം നമ്മളെ ഔട്ട്കമ്മിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്തിട്ടും ഉണ്ടാവില്ല. ഞങ്ങളുടെ സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ഞാനും ഇതേപോലെ ഒരു സിറ്റുവേഷനോട് കടന്നു പോയിട്ടുണ്ട്. സോ ഒരു റൈഡ് കോൾ എടുക്കാൻ വേണ്ടി ഞാൻ ഏകദേശം 3 മാസം അതിന് മുകളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഞാൻ നോക്കുന്ന സമയത്ത് ആ 3 മാസത്തിലെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ എന്താണോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതായിരുന്നു ഈ 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ബാക്കിയുള്ള ഈ 2-2.5 മാസം ഞാൻ എന്താ ചെയ്തത്? ഈ ആദ്യം തീരുമാനിച്ച കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന ഫിയറാണ് അടുത്ത 2 മാസത്തേക്ക് 2.5 മാസത്തേക്ക് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ആ 2.5 മാസം എനിക്ക് വേസ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. സോ ഇത് ശരിക്കും വലിയൊരു ട്രാപ്പാണ്. ഇവിടെ നമ്മളെ ബ്രെയിൻ നമ്മളോട് പറയുകയാണ് ഞാൻ ഭയങ്കര ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യുകയാണ് ചെയ്തത്. ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ആങ്ഷ്യസ് ആവുക ചെയ്തത്. അതെന്താവോ, ഇതെന്താവോ, അതെന്താവോ എന്നുള്ളൊരു ഫിയർ, ആങ്സൈറ്റി
ഇത് കൊണ്ട് നടക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്ത കാര്യം എന്താണോ അത് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അനാവശ്യമായിട്ട് ഫിയർ ആൻഡ് ആങ്സൈറ്റി നമ്മളിങ്ങനെ ഉള്ളിൽ കൊടുക്കുക ചെയ്യുന്നത്. സോ ഈ ഒരു സിസ്റ്റം ഫെയിലിയർ അല്ലെങ്കിൽ ഈ ഒരു നമുക്ക് എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് വിൽ പവർ അല്ല വേണ്ടത്. ഈ റോങ് സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യാൻ റൈറ്റ് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യാണ് വേണ്ടത്. ഇതിൽ നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് ഒരു റൂൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാനുള്ളതാണ്. ദി 70% റൂൾ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റി നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ഒരു 70% നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. 100% പെർഫെക്റ്റ് ആവുന്നത് 100% റൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരിക്കലും എന്താക്കേണ്ട, വെയിറ്റ് ചെയ്യേണ്ട. ബാക്കി 30% നിങ്ങളത് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ 70% കൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് അത് റെഡി ആയിട്ട് വന്നോളൂ. രണ്ടാമത്തെ സിസ്റ്റമാണ് ടൈം ബോക്സ് എവറി ഡിസിഷൻ. അതായത് നിങ്ങളിനി അങ്ങോട്ടേക്കുള്ള എന്തൊരു കാര്യം, എത്ര ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യുക. അതായത് ഞാൻ അടുത്ത ആഴ്ച ആവുമ്പോഴത്തേക്കും തീർത്തു എന്നുള്ളതല്ല, നെക്സ്റ്റ് ഫ്രൈഡേ ഈവനിങ് 6 PM ആവുമ്പോഴത്തേക്കും ഞാനത് തീർക്കും. ഇങ്ങനൊരു സ്പെസിഫിക് ആയൊരു ടൈം ഫിക്സ് ചെയ്യുക. ഞാൻ ചുറ്റുള്ള ഒരുപാട് ആൾക്കാരോട് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഡെഡ് ലൈൻ വെക്കുന്ന സമയത്ത് ഇവിടെ നടക്കുന്നത് വെച്ചാൽ നമ്മൾ ഇൻഫിനിറ്റ് ആയിട്ട് അനലൈസ് ചെയ്യാന്നുള്ളൊരു മോഡിൽ നിന്ന് മാറിയിട്ട് ആക്ഷൻ മോഡിലേക്ക് നമ്മളെ മൈൻഡ് മാറും. കാരണം നമുക്ക് ഇന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്ക് തീർക്കണം, അപ്പോൾ അതിലേക്ക് ആക്ഷൻ എടുത്തോളണം. ബട്ട് ഇവിടെ ഡേറ്റ് ഇല്ല എന്നുണ്ടെങ്കിലോ നമ്മളിതിനെപ്പറ്റി ഇങ്ങനെ പ്ലാനിങ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. സോ എന്തൊരു ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും അതിനൊരു ഡെഡ് ലൈൻ വെച്ചിട്ട് എന്താക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് എത്ര ചെറിയൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ 2 റൂൾസ് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഈവൻ ഇഫ് ഇറ്റ്സ് എ സ്മോൾ തിങ്, നിങ്ങൾ എന്താക്കിക്കോളാം, ആ ഒരു 2 സിസ്റ്റം നിങ്ങളെ എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ചെയ്തോളാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിനൊന്നും ഒരുമിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഓവർ തിങ്കിങ് അല്ല, ഇറ്റ്സ് എ സിസ്റ്റം ഫെയിലിയർ. അല്ലെങ്കിൽ നമ്മൾക്ക് എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുന്ന 2 പ്രോഗ്രാംസ് ആണ്. ഒന്ന് അനാലിസിസ് പാരാലിസിസ് ഫ്രം ദി ഓവർ ചോയ്സ് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തത് ഫിയർ ഓഫ് റോങ് ഡിസിഷൻ. ഇതിനെ ഫിക്സ് എന്താണ്, 70% റൂൾ കീപ്പ് ചെയ്യുക. അതിൽ എന്തൊരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്തിട്ട് എന്താക്കുക ചെയ്യുക. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആഴ്ചകൾ എടുക്കുന്ന സമയത്ത് സ്വയം ചോദിച്ചു നോക്കുക, ഞാൻ ആക്ച്വലി ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാണോ അതോ എൻ്റെ പേടി മറയ്ക്കാനാണോ എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കാം. മോസ്റ്റ് ഓഫ് ദി ടൈം പേടി മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കും. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ 2 ആക്ഷൻസ് എടുത്തു നോക്കും. നിങ്ങൾ അയക്കുന്ന ഓരോ കമൻസും ഞാൻ എന്തായാലും വായിക്കും, അതിന് നിങ്ങൾക്കൊരു റീപ്ലൈ തന്നിരിക്കും. ആൻഡ് ഫൈനലി യൂട്യൂബ് പറയുന്നത് നമ്മളെ ചാനലിൻ്റെ വീഡിയോസ് കാണുന്ന 80% ഓഫ് ആൾക്കാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ്. ബട്ട് നിങ്ങളെല്ലാ ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ഫോർ യു, ബട്ട് ഫോർ അസ് അത് വലിയൊരു കാര്യമാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.